ശേഷ, ശേഷിക്കുന്നത്, അവശേഷിക്കുന്നത്, ദ റിമൈനിങ് വാട്ടർ എന്നാണ് മഹാവിഷ്ണു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഭൂമിയെ നിലനിർത്തുന്നത് മഹാവിഷ്ണു. അപ്പോൾ മഹാവിഷ്ണു അനന്തനിൽ അങ്ങനെ ശയിച്ച് സമുദ്രമധ്യേ എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മിൽ ആധ്യാത്മികമായ തിരിച്ചറിവുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം കൂടി നാം അറിയുമ്പോൾ മോക്ഷം ലഭിക്കുന്നു. അതാണ് റിമൈനിങ് വാട്ടർ, അവശേഷിക്കുന്ന ജലം. അപ്പോൾ അതാണ് ശേഷ. ശേഷ എന്ന് പറയുന്ന ഒരു സ്നേക്ക്, ദ കിങ് ഓഫ് സർപ്പൻറ്റ്, എൽഡർ ബ്രദർ എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്കറിയാം വാസുകി എന്ന് പറയുമ്പോൾ ഭഗവാൻ ശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ വാസു, ഡിവൈൻ ലൈഫ്. കീ എന്ന് പറയുമ്പോൾ എനർജി. തക്ഷക, തക്ഷകനെ നമുക്കറിയാമല്ലോ, കാണ്ഡവ വനം ഭരിച്ചിരുന്നു, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പാണ്ഡവരെ അത് കാണ്ഡവനം കത്തിച്ചു. തുടർന്ന് അർജുനൻ്റെ ചെറുമകനെ വകവരുത്തുകയും ചെയ്തല്ലോ തക്ഷകൻ. ആ സ്റ്റോറി നമുക്കറിയാമല്ലോ, പരിഷത്ത് മഹാരാജാവിൻ്റെ. അപ്പോൾ ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സെമൻ, നമ്മുടെ സ്പേമിൽ പാമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഒരു ആകൃതി നമ്മൾ ബയോളജിക്കലായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസിൽ അതിൻ്റെ ഇമേജ്, നമ്മൾ അതിൻ്റെ പിക്ചേഴ്സ് സ്പേമിൻ്റെ, സ്നേക്കിൻ്റെ രൂപമാണ്. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പോൾ ഇവർ 1000 പേര് ഉണ്ടെന്നാണ് പറയുന്നത്, സഹോദരന്മാർ ആയിട്ട്. മാനസ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ്, ഇതെല്ലാം കണക്റ്റഡാണ്. നമ്മൾ ഹിന്ദു മിത്തോളജി അനുസരിച്ച് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസും ഉണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ വളരെ ഡീപ്പായിട്ട്. മഹാവതാർ ബാബാജി 2500 പരം വർഷങ്ങളായിട്ട് ഇപ്പോഴും ഹിമാലയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഥമ പേര് നാഗരാജ് എന്ന് തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എൻ്റെ പേര് എങ്ങനെയാണ് ഈ നാഗരാജ് എന്നായത്? കേരളത്തിൽ മലയാളിയായിട്ട് ജനിച്ചിട്ട്, കൊല്ലത്ത് ജനിച്ചിട്ട്. എൻ്റെ മദർ, എൻ്റെ അമ്മ എന്നെ ക്യാരി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ കോൺവെൻറ്റ് റോഡിലായിരുന്നല്ലോ ഞാൻ താമസിച്ചിരുന്നത് 15 വയസ്സ് വരെ. മെയിൻ റോഡിനടുത്തുള്ള പാരിയാൻകോ ജംഗ്ഷൻ, അവിടെയായിരുന്നല്ലോ കുടുംബ വീട്. അപ്പോൾ അവിടെ എൻ്റെ മദർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എന്നെ ക്യാരി ചെയ്യുന്ന സമയത്ത് വീട്ടിലൊരു നാഗത്തിനെ കൊണ്ട് തല്ലിക്കൊന്നു. അപ്പോൾ അത് പാപമായല്ലോ, നാഗദോഷമായല്ലോ. അങ്ങനെ അന്നത്തെ പഴമക്കാരല്ലേ, അവർ പരിഹാരാർത്ഥം എൻ്റെ ഫാദറിൻ്റെ മൂത്ത ചേച്ചി അവരാണ് എന്നെ നാഗരാജ് നാഗരാജ് എന്ന് വിളിച്ച്, തുടർന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിൽ എൻ്റെ പേരിങ്ങനെ രജിസ്റ്റേർഡായി. മാത്രമല്ല ഓരോ പേര്, ഈ പേരിൽ ഞാൻ അറിയപ്പെടണം, എൻ്റെ ഈ ശരീരത്തിൽ, ഞാൻ ഈ ഭൂമി ജീവിതത്തിൽ എൻ്റെ നിയോഗം ഈ പേരിൽ അറിയപ്പെടണം എന്നായിരിക്കും വിധി. ഓരോ പേരിനും അതിൻ്റെ വൈബ്രേഷൻസ് ഉണ്ട്. നാഗരാജ്, കിങ് ഓഫ് സർപ്പൻറ്റ്. ഏതായാലും വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു ദർശനം ആയിട്ട് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ ഇപ്പോൾ നിലകൊള്ളുന്ന മുഖത്തലയിലെ ഈ സെൻറ്ററിൽ നാഗ മത്സ്യാവതാര ധ്യാന ക്ഷേത്രം, ഒരു കൽമണ്ഡപം, രസകരമായിട്ടുള്ള ഒരു നാഗ മത്സ്യാവതാര ധ്യാന ക്ഷേത്രം പോലെ എന്ന് പറയാം. അപ്പോൾ അവിടെ ഭഗവാനെ പ്രത്യേകിച്ച് മുത്ത് ചാർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം രത്നശാസ്ത്രം അനുസരിച്ച് മുത്ത് ദുഃഖമൊഴിയും എന്നുള്ളതാണല്ലോ. മാത്രമല്ല നമ്മുടെ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ചിപ്പി, അങ്ങനെയുള്ള ഡെക്കറേറ്റീവായിട്ടുള്ള നാച്ചുറലായിട്ട് നമുക്ക് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നവ ആണ് ഡെക്കറേഷൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയം, ഒരു ബ്രെയിൻ ചൈൽഡായിട്ട് നാഗമത്സ്യാവതാര ക്ഷേത്രം, ധ്യാനക്ഷേത്രം, ധ്യാനം നമുക്ക് വന്ന് മെഡിറ്റേഷൻസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ പോസിറ്റീവ് എനർജിയുള്ള പ്ലേസ് ആണല്ലോ മുഖത്തല നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ നിൽക്കുന്നത്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ എൻ്റെ നിയോഗം. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്.
അതുകൊണ്ട് ഓരോരുത്തരുടെ പേരിനും ഒരു വൈബ്രേഷനുണ്ട്. അത് മനസ്സിലാക്കുക. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. മനസ്സിന് സന്തോഷം, സമാധാനം ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.